ഇപ്പോൾ PSC ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചാണ്. PSC അംഗങ്ങൾക്ക് ശമ്പളം വർദ്ധിപ്പിച്ചതിനെതിരെയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. പോലീസ് ജലപീരങ്കി അടക്കം പ്രയോഗിക്കുന്നുണ്ട് പ്രതിഷേധ സ്ഥലത്ത്. ബാരിക്കേഡ് പിടിച്ചുകുലുക്കി പ്രവർത്തകർ. ബാരിക്കേഡ് മറച്ചിടാൻ ശ്രമമുണ്ടായി. ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിന്മാറിയില്ല. ബാരിക്കേഡിന് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ലക്ഷം വാങ്ങുന്നില്ല. ഇനിയും എന്തിന് സർക്കാർ എന്തിനിവിടെ കൂട്ടുന്നു? ലക്ഷം കൂട്ടുന്നു. എന്തിനാണ് ഈ സർക്കാർ യുവാക്കളെയാകെ പറ്റിക്കുന്നു? തൊഴിലില്ലാത്ത യുവാക്കളെ വഴിയാധാരമാക്കുന്നു. PSCയുടെ തെമ്മാടികൾക്ക് കോടികൾ കൂട്ടുന്നു. കൊള്ളക്കാരുടെ സർക്കാർ നിങ്ങൾക്കെതിരെ ഈ സമരം. യുവാക്കളുടെ സമരമിത. യുവാക്കളുടെ ശബ്ദമിത. PSCക്കും കൊള്ളക്കാർക്കും കോടികൾ കൂട്ടുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ബിനിൽ ലീല സാബു ചേരുന്നു. ബിനിൽ, ഈ ആശാ വർക്കർമാരുടെ ശമ്പള വിഷയമടക്കം നിരവധി വിഷയങ്ങൾ സർക്കാരിന് മുൻപിൽ നിൽക്കുമ്പോഴാണ് ഈ PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു സർക്കാർ തീരുമാനം. ഇതിനെതിരെ വ്യാപക പ്രതിഷേധം കൂടി ഉയരുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അതെങ്ങനെ പുരോഗമിക്കുന്നു? അംഗങ്ങൾക്കും ശമ്പള വർധനവ് നേരത്തെ ശുപാർശയായി മന്ത്രിസഭയ്ക്ക് മുന്നിൽ വന്നതാണ്. പക്ഷേ അപ്പോഴൊക്കെയും ഇതിനെതിരെ വിമർശനം ഉയർന്നപ്പോൾ മാറ്റിവെച്ചതാണ്. പക്ഷേ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ഇത് ഉയർന്നു വരികയും അത് അംഗീകരിക്കുകയും ചെയ്തു. കുത്തനെയുള്ള വർധനവാണ് ഈ ശമ്പളത്തിൽ PSC ചെയർമാനും അംഗങ്ങൾക്കും ഉണ്ടായിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചെയർമാന്റെ ആകെ ശമ്പളം 2.24 ലക്ഷം രൂപയിൽ നിന്ന് 3.87 ലക്ഷമായി ഉയർത്തി. അംഗങ്ങളുടേതും സമാനമായ നിലയ്ക്ക് 2.19 ലക്ഷമായിരുന്നു. അത് 3.80. പ്രവർത്തകർ കോവിഡ് സമയത്ത് പ്രതിസന്ധി ഘട്ടത്തിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ആശാ വർക്കേഴ്സ് സമരം ചെയ്യുകയാണ്. 1000 രൂപ ഒന്ന് വർദ്ധിപ്പിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് പിണറായി തമ്പുരാന്റെ കാലിൽ പിടിച്ചുകൊണ്ട് സമരം നടത്തുന്ന അതേ ദിവസമാണ് ഇവിടെ DYFIയുടെ ചെങ്കൊടി പിടിച്ച കുറെ ഏമാന്മാർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പള വർധനവ് നടത്തി മുമ്പോട്ട് പോയത്. എന്തിനാണ് ഇത്രയധികം ശമ്പളം കൂട്ടാൻ വേണ്ടിയുള്ള സേവനം ഇവർ നടത്തിയത്? ഇവിടെ നിയമന നിരോധനം പ്രഖ്യാപിതമായിട്ടുള്ള നിയമന നിരോധനം നടക്കുന്ന ഒരു സംസ്ഥാനമല്ലേ? എത്ര പേർക്കാണ് ഇവിടെ തൊഴിലവസരം കൊടുത്തിട്ടുള്ളത്? അങ്ങനെ കേരളത്തിൽ അവകാശപ്പെട്ട തൊഴിലുകൾ നിഷേധിച്ചു കൊണ്ടുപോകുന്ന ഒരു വെള്ളാനയായി PSC മാറുമ്പോഴാണ് PSCയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പള വർധനവ് നടപ്പിലാക്കുന്നത്. ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതയല്ലേ ഈ സർക്കാരിന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? സ്കൂളുകളിലേക്ക് പോയി നോക്ക്, ഉച്ചക്കഞ്ഞി കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത സർക്കാരല്ലേ നമുക്കറിയാം. അല്ലെങ്കിൽ ആശുപത്രികളിലേക്ക് പോയി നോക്കൂ, മരുന്നുകൾ പോലും കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ എത്ര ആശുപത്രികളാണ് മരുന്ന് പോലും കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നിൽക്കുന്നത്. അങ്ങനെ കേരളം വലിയ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. കായിക താരങ്ങൾക്കുള്ള സ്റ്റൈപ്പൻഡുകൾ കൊടുക്കുന്നില്ല. ഹോസ്റ്റലിൽ പഠിക്കുന്നവർക്കും കായിക താരങ്ങൾക്കുമുള്ള അവരുടെ ശമ്പളം കൊടുക്കുന്നില്ല, അവരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല. ഇവിടെ കുത്തകമായി അല്ലെങ്കിൽ അധികാരവർഗം എന്ന് പറയുന്ന അധികാരം കൈയാളുന്ന മധ്യവർഗത്തിനെ മാത്രം സന്തോഷിപ്പിക്കുന്ന രീതിയിലേക്ക് ഇടതുപക്ഷം മുമ്പോട്ട് പോവുകയല്ലേ? ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ഈ സർക്കാരിന്റെ നയം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ സർക്കാർ ആരോടൊപ്പമാണ്? ഈ സർക്കാർ അധികാരം കൈയാളുന്ന മധ്യവർഗത്തിനോടൊപ്പമാണ്. അതല്ലാതെ പാവപ്പെട്ടവനോടല്ല. ദിവസത്തിന് അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പണിയെടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടി നിലനിൽക്കുന്ന സർക്കാരല്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്.
ഇങ്ങനെ ഒരു സർക്കാരിനെ എങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയും? അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടുത്തെ ഏമാന്മാർ പിണറായി വിജയൻ ഇഷ്ടപ്പെട്ട പിണറായി വിജയന്റെ സ്തുതി പാടുന്ന ആളുകൾക്ക് 4 ലക്ഷം രൂപയുടെ ശമ്പളമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. സെക്രട്ടറിയിലെ ജീവനക്കാർ കഴിഞ്ഞ ദിവസം ഒരു സ്തുതിഗാനം ഇറക്കിയത് നമ്മളെല്ലാവരും കണ്ടു ഇല്ലേ? പിൻവാതിലൂടെ ചിത്രസേനെ ഇറക്കുമതി ചെയ്തുകൊണ്ടാണ് പിണറായി വിജയൻ അനുകൂലമായ ഒരു സ്തുതിഗാനം അവിടെ പാടിയതെങ്കിൽ അടുത്തൊരു സ്തുതിഗാനം പാടാൻ PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം കുത്തനെ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിക്കുകയാണ് PSC ആസ്ഥാനത്തിന് ഓഫീസിന് മുൻപിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ.